ശ്രീ ജി സുരേഷ് കുമാർ, മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. മലയാള സിനിമയിലെ രണ്ട് യുവ സംവിധായകർ ലഹരി ഉപയോഗിച്ചതിന് അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത കേട്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നത്. ഇപ്പോൾ നോക്കൂ, ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ആരൊക്കെയോ അയാളെ രക്ഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. സിനിമാ സംഘടനകൾക്കിടയിൽ വലിയ ഭിന്നത ഇക്കാര്യത്തിൽ നിഴലിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സംഭവത്തെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അങ്ങക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഞങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഭിന്നതയില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. ഞങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കും, മാറ്റി നിർത്തുന്നവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ സ്ഥലത്തില്ല. ഇപ്പം അവിടെ ഇതിപ്പം ഞാൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിത് പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, ഒത്തിരി ടെക്നീഷ്യൻസും ഇതിൻ്റെ പിന്നിലുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഇന്ന പോലത്തെ കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി ടെക്നീഷ്യൻസും അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളിതൊക്കെ ഒത്തിരി മുന്നിൽ കണ്ട് ഞങ്ങളിത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല സെറ്റുകളിലും ഇതേപോലത്തെ ടെക്നീഷ്യൻസ് ഇവർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സമയത്തിന് വരാതെയും താമസിച്ച് ഷൂട്ടിംഗ് തുടങ്ങുന്നതൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രൊഡ്യൂസർമാരാണ്. അപ്പം ഞങ്ങളിത് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിനി ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനൊക്കില്ല എന്ന് ഞാൻ അറിഞ്ഞത്. ഫെഫ്ക അവരെ മാറ്റി നിർത്തി അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിന് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ കലാകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിൽ മാതൃകയാകേണ്ട ആൾക്കാരാണ്. അവരിങ്ങനെ ആയി പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളേ ഉള്ളൂ. അവരൊക്കെയാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് സമൂഹത്തിൽ. നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് വ്യത്യസ്തമായിട്ട് നിന്ന് ബാക്കിയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ കലാകാരന്മാരാണ്. അവർ തന്നെ ഇതിലേക്ക് പഴുതി വീഴുമ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. ഞങ്ങൾ എന്തായാലും ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലകൊള്ളും. ശക്തമായ നടപടികളും ഉണ്ടാകും, യാതൊരു സംശയമില്ല. ശ്രീ സുരേഷ് കുമാർ, ഞാൻ അങ്ങയോട് ചോദിക്കാൻ തുടങ്ങിയത്, ഷൈൻ ടോം ചാക്കോയ്ക്ക് ഫെഫ്ക വലിയ പിന്തുണ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. അയാൾ നന്നാകും, ഒരവസരം കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകണം എന്നുള്ള രീതിയിൽ ഫെഫ്ക നിലപാടെടുത്തു. അതിനെതിരെ കടുത്ത വിമർശനം അങ്ങ് ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി മാറ്റി നിർത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഫെഫ്ക അവരുടേതായ തീരുമാനമാണ് പറഞ്ഞത്. ഒരു ചാൻസും കൂടെ കൊടുക്കുന്നത്. പല ചാൻസ് പലർക്കും കൊടുത്തിട്ടുള്ളതാണ്. ചാൻസ് നേരത്തെ കൊടുത്തപ്പോൾ ഞങ്ങൾക്കെതിരെ ആൾക്കാർ തിരിഞ്ഞ് ഞങ്ങളെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഷൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി വീണ്ടും കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഫെഫ്കയുടെ നയം വ്യക്തമാക്കി എന്നുള്ളേ ഉള്ളൂ. ഇൻഡസ്ട്രിയുടെ നയമല്ല അവർ പറയുന്നത്. ഇൻഡസ്ട്രിക്കുള്ള വേറെ നയമാണ്. അതിപ്പം ഫെഫ്ക അവരുടേതായ കാര്യം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞങ്ങളുടെ നയം അതല്ല. ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി എടുക്കുന്നതിന് അതിനൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ഉണ്ടാക്കില്ല. അത് എടുക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ജി സുരേഷ് കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.